അപ്പോഴേ 4 ദിവസം അടുപ്പിച്ച് മഴ പെയ്തപ്പോഴത്തേക്കിനും എന്ത് കൂട്ടാൻ വെച്ചാലും വേണ്ടാത്തൊരവസ്ഥ. അത് പിന്നെ അങ്ങനെ ആണല്ലോ, മഴക്കാലത്ത് നമുക്ക് ഒരുവിധപ്പെട്ട കൂട്ടാനൊന്നും പിടിക്കത്തില്ലല്ലോ. പ്രത്യേകിച്ച് 3-4 ദിവസം കേട്ടോ മീൻ മേടിച്ചിട്ട് കടലിലെ പ്രശ്നവും കണ്ടെയ്നർ മറിഞ്ഞ പ്രശ്നമൊക്കെ ആയപ്പോഴത്തേക്കിനും മീൻ വാങ്ങിക്കാനായിട്ട് തോന്നുന്നില്ല. പിന്നെ ഉണക്കമീനുണ്ട്, പക്ഷേ ദോഷം പറയരുതല്ലോ. ഉണക്കമീൻ എനിക്കിഷ്ടമാണ്, പക്ഷേ മഴയുണ്ട്, ഉണക്കമീനോട് ഒരു രസം തോന്നില്ല. എന്നാലും 2 ഉണക്കമീൻ മറക്കാം. പിന്നെ ഓമയ്ക്ക തോരനൊക്കെ ഇട്ട് ചോറിനകത്തിട്ട് പേട്ട് തിന്നാനൊരു കൊതി. ഒരു സാമ്പാർ ഒരു പുളിശ്ശേരി ഒന്നും കൂട്ടാൻ തോന്നുന്നില്ല. എന്തായാലും കുറച്ച് തേങ്ങ വറുത്ത ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ഇഞ്ചി കൂട്ടാൻ വെക്കാനായിരുന്നു. അതൊക്കെ ആകുമ്പോൾ ഈ മഴയത്ത് നല്ലതാണല്ലോ. അങ്ങനെ തൊട്ടടുത്ത കടയിൽ ചെന്ന് ഇഞ്ചി ചോദിച്ചപ്പോഴത്തേക്കിനും അവിടെ തീർന്നു, ഉച്ചയായിട്ടേ വരത്തുള്ളൂ. പിന്നെ ഞാൻ ദൂരോട്ടൊന്നും പോകാൻ പോയില്ല. അങ്ങനെ ഒരു ഓമയ്ക്കായും കൊത്തിപ്പിടിച്ച് ഒരു ഉണക്കമീനും അങ്ങ് വറക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ കണ്ട് ഓമയ്ക്ക തോരന് വേണ്ടിയിട്ട് കടുവും വറുത്ത് ഓമയ്ക്കായും ഇട്ട് അരപ്പും ഇട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ചെറുതീയിൽ വേവിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിലും ഓമയ്ക്കത്തോരൻ വെക്കുന്ന ദിവസം ഇവിടെ ഒഴിച്ചു കൂട്ടാനൊന്നും വെക്കാറില്ല. കാരണം ഓമയ്ക്കത്തോരനിട്ട് ചോറിലിട്ട് പെരട്ടത്തിരുന്ന് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, പിള്ളേർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഓമയ്ക്കത്തോരൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഉണക്കമീൻ വറക്കാനായിട്ട് എല്ലാം സെറ്റാക്കി വെച്ച് കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ തോരനും ഓക്കെ ആയി. പിന്നെ 4 ഉണക്കമീനൂടെ അങ്ങ് വറുത്തെടുത്ത് വേണ്ടുന്നവർ കഴിക്കട്ടെ. പിന്നെ ഇന്നത്തേക്കുള്ളത് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. രാവിലെ ഇഡലിക്കെടുത്തതിൻ്റെ ബാക്കി സാമ്പാറും ഉണ്ട് കേട്ടോ, വേണ്ടുന്നവർ അതുകൂടെയൊക്കെ എടുക്കട്ടെ. പിന്നെ ഇന്നലെ ഇതുപോലായിരുന്നു. ഇന്നലെയും ഒരു കൊതി തോന്നിയിട്ട് ഞാൻ 2 വറ്റൽമുളകും ഒക്കെ ചുട്ടെടുത്തിട്ട് ചുമന്നുള്ളിയൊക്കെ എടുത്തിട്ട് നമ്മളൊരു മുളക് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മഴ സമയത്ത് ആ ഒരു മുളക് ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം.